ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്പെഷ്യൽ ആൻഡ് ഫാസ്റ്റ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ചോറിൻ്റെ കൂടെ കഴിക്കാൻ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന 2-3 കറികളാണ് കാണിക്കുന്നത്. കറി തയ്യാറാക്കാനായി കുറച്ച് ചക്ക ചെറുതായി മുറിച്ചെടുത്തിട്ടുണ്ട്. വളരെ നേരിയ ചെറിയ കുഞ്ഞു പീസായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ കുറച്ച് ചക്കക്കുരും ചെറിയ ചെറിയ പീസായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. രണ്ടും കൂടെ കഴുകി കുക്കറിലേക്ക് ഇട്ടുകൊടുത്ത്, ചക്കയും കുരുവും കൂടെ കുക്കറിലേക്ക് ഇട്ടുകൊടുത്ത്, കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒന്നര കപ്പ് വെള്ളം ഒഴിച്ച് അടച്ചു വെച്ചിട്ട് 2-3 വിസിൽ വരുമ്പോൾ ഓഫ് ചെയ്താൽ മതി. പാകത്തിന് ചക്ക വെന്തിട്ട് കിട്ടും. ഇനി അതിലേക്ക് ഇടാനായി 1 പിടി തേങ്ങ, 3 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, 1/4 ടീസ്പൂൺ നല്ല ജീരകവും ചേർത്ത് ഇതൊന്ന് അരച്ചെടുക്കണം. 3 വിസിൽ വന്ന് തണുത്ത ശേഷം കുക്കർ തുറന്നു. ചക്ക നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് അരച്ചു വെച്ച തേങ്ങ ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചിട്ട് ഉപ്പൊക്കെ നോക്കി കുറച്ച് ഫ്രഷ് കറിവേപ്പില ഇട്ടൊന്ന് തള വരുന്ന സമയത്ത് വാങ്ങി വെച്ച് നമുക്ക് താളിക്കാം. കടായിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്ത് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കടുക്, ഉഴുന്നുപരിപ്പ്, വെളുത്തുള്ളി, ചെറിയുള്ളി ഒരു 4-5 എണ്ണം, 1 പിടി തേങ്ങ ചിരകിയതും കുറച്ച് കറിവേപ്പിലയും 3-4 വറ്റൽമുളകും ചേർത്ത് ഒന്ന് മൂത്ത് വരണം. തേങ്ങ മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് ഒരു സാധനം കൂടെ ചേർക്കാനുണ്ട്. തേങ്ങ ഇതുപോലെ ഒരു ഗോൾഡൻ കളറാകുമ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർക്കണം. കുരുമുളക് പൊടി ചേർത്താൽ മാത്രമേ ഇത് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് ഒന്ന് അടച്ചു വെക്കാം. നമ്മുടെ ചക്കയിലിശ്ശേരി റെഡിയായി. ഇനി ഒരു പപ്പായ എടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് ഇതിൻ്റെ പകുതി ഭാഗം എടുക്കുന്നുള്ളൂ. തൊലി കളഞ്ഞ് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കണം. കുറച്ച് വീതിയിലുള്ള കഷ്ണങ്ങളായിട്ട് ഇതുപോലെയുള്ള കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കണം. ഇനി ചക്കക്കുരു എളുപ്പത്തിൽ വൃത്തിയാക്കി കഷ്ണങ്ങളാക്കി എടുക്കാം. കത്തിയുടെ ഒന്നും ആവശ്യമില്ല. കത്തിയൊന്നും ഇല്ലാതെ എളുപ്പത്തിൽ ചക്കക്കുരു മുറിച്ചെടുക്കാം. ഇതുപോലെ ഒരു തുണിയിലോ പ്ലാസ്റ്റിക്കിൻ്റെ പേപ്പറിലോ വെച്ചിട്ട് നല്ല കനുള്ള എന്തെങ്കിലും സാധനം കൊണ്ട് മുട്ടി കൊടുത്തു കഴിഞ്ഞാൽ ഇത് നല്ലപോലെ പൊടിഞ്ഞ് അതിൻ്റെ ചൂളിയെല്ലാം ഇളകി വരും. എളുപ്പത്തിൽ ചക്കക്കുരു മുറിച്ചെടുക്കാനുള്ള ടിപ്പാണിത്. കത്തിയുടെ ആവശ്യമൊന്നുമില്ല. ഇതെല്ലാം കഷ്ണങ്ങളായിട്ട് വരും. ഇതിനൊരു 5-6 ചക്കക്കുരു ഇതുപോലെ വൃത്തിയാക്കി കഴുകി കപ്പക്കയിലേക്ക് ഇട്ട് കൊടുത്ത് ഇതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കണം. കപ്പക്കയും ചക്കക്കുരും 2-3 പച്ചമുളക്, എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കണം. പച്ചമുളകും ഉപ്പും 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് 2 വിസിൽ വന്നാൽ മതി. 2 വിസിൽ വന്നാൽ ഇത് പാകത്തിന് വെന്ത് വരും. എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന കപ്പക്കയും ചക്കക്കുരും കൂടിയുള്ള ഒരു കറിയാണിത്. ഓലൻ തേങ്ങാപ്പാലൊന്നും ചേർക്കുന്നില്ല. ഇതിൽ തേങ്ങാപ്പാലൊന്നും ചേർക്കാണ്ട് തന്നെ നല്ല ടേസ്റ്റുള്ള ഓലനാണ്. ഇത് കപ്പൊക്കെ എല്ലാം വെന്ത് വന്നിട്ടുണ്ട്. അതിനെ ഒന്ന് ഇളക്കി ഉടക്കണം. അധികം ഉടക്കണ്ട. ഒന്ന് കൈകൊണ്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് താളിച്ചൊഴിക്കാൻ കടായിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്ത് കടുക്, ഉഴുന്നുപരിപ്പ്, വറ്റൽമുളക്, കറിവേപ്പിലയും താളിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചാൽ നല്ല അടിപൊളി ടേസ്റ്റുള്ള കപ്പളങ്ങ ചക്കക്കുരു ഓലൻ റെഡിയായി. ഇനി ഒരു പാത്രം അടുപ്പത്ത് വെച്ച് പാത്രത്തിലേക്ക് ഒരു മൺചട്ടിയാണ് എടുത്തിട്ടുള്ളത്. മീൻകറിയാണ് തയ്യാറാക്കുന്നത്. കുറച്ച് വേളൂരി കിട്ടിയിട്ടുണ്ട്. വേളൂരിയാണ് കറി വെക്കുന്നത്. ഒരു ചട്ടിയിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ പിരിയമുളക് പൊടി, എരിവിനനുസരിച്ചിട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അത് പിഴിഞ്ഞെടുക്കണം. ഇനി ഇതിലേക്ക് 5-6 ചെറിയുള്ളി, 2-3 വെളുത്തുള്ളി, ഒരു പച്ചമുളക്, ഒരു ചെറിയ തക്കാളി, ഇതെല്ലാം കൂടെ
കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് നല്ലപോലെ ഒന്ന് ഇത് തിരുമ്പി എടുക്കണം കൈകൊണ്ട്. നല്ലപോലെ കൈകൊണ്ട് തിരുമ്പിയതിന് ശേഷം ഇതിലേക്ക് 1.5 കപ്പ് വെള്ളം ഒഴിച്ച് പിഴിഞ്ഞ് വെച്ച പുളിയും ചേർത്ത് അടുപ്പിൽ വെച്ച് ഇതൊന്ന് വേവിച്ചെടുക്കണം. മസാലയെല്ലാം നല്ലപോലെ വെന്ത് വന്നു. ഇനി ഇതൊന്ന് ഇളക്കി ഉടക്കണം. തക്കാളിയെല്ലാം ഒന്ന് ഇളക്കി ഉടച്ച് കഴിഞ്ഞാൽ കറി നല്ല കൊഴുപ്പുണ്ടാവും. ഇനി 1 പിടി തേങ്ങ, 2 വെളുത്തുള്ളി, കുറച്ച് കറിവേപ്പിലയും 2 ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ഒഴിച്ച് നല്ലപോലെ ഒന്ന് കൈകൊണ്ട് തിരുമ്പി, ഇങ്ങനെ തിരുമ്പി കഴിയുമ്പോൾ തേങ്ങയിലുള്ള പാലെല്ലാം ഇറങ്ങി വരും. ഇനി ഇത് ഈ അരപ്പിലേക്ക് ചേർത്ത് കൊടുത്ത് ഇതിലേക്ക് മീനും കൂടെ മീനിട്ട് കൊടുത്ത് ഒന്ന് ചെറുതായിട്ട് ഒന്ന് ഇളക്കി കൊടുത്ത് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കണം. പെട്ടെന്ന് വേവും. ഇത് അത്ര മീൻ വേവേണ്ട ഒന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്ക് തന്നെ മീൻ വെന്ത് കിട്ടും. കുറേ സമയം വേവിച്ച് കഴിഞ്ഞാൽ ഉടഞ്ഞു പോവും. ഒന്ന് തുറന്ന് നോക്കാം. മീൻ പാകത്തിന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണയും ഫ്രഷ് കറിവേപ്പിലയും ചേർത്ത് കൊടുത്ത് തീ ഓഫ് ചെയ്ത് അടച്ച് വെക്കാം. 5 മിനിറ്റ് കഴിഞ്ഞ് തുറന്നെടുക്കാം. നല്ല രുചിയുള്ള വേളൂരി കറി റെഡിയായി. ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ്.